സഹായിക്കണേ, എന്റെ സങ്കടം ഒന്ന് കേക്കണേ. കറുമ്പൻ ചേട്ടാ, അറിയാതെ കാര്യം പറയും മുയലമ്മേ. എന്ത് പ്രശ്നമായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഒരു ദിവസം നല്ല മഴയായിരുന്നു. മുയലമ്മയുടെ മാളം ഒരൽപ്പം വലുതാണ്. അതിൻ്റെ പ്രവേശന ദ്വാരത്തിൽ ഒരു പരന്ന കല്ല് വെച്ച് അടച്ചിരിക്കുകയാണ്. നല്ല മഴയത്ത് ഒരു പാവം മാൻ മഴ കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മുയലമ്മയുടെ മനസ്സലിഞ്ഞു. മുയലമ്മ പറഞ്ഞു, എന്തിനാ നീ വെറുതെ മഴ കൊള്ളുന്നത്? ആ കല്ലെടുത്തു മാറ്റി അകത്തേക്ക് പോന്നോളൂ. പറയേണ്ട താമസം മാൻകുട്ടി അകത്തെത്തി. മഴ വന്നപ്പോ കേറി കിടക്കാൻ ഒരിടം കൊടുത്തതാ. മഴ മാറി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാൻകുട്ടി പോകുന്നില്ല. പ്രവേശന ദ്വാരത്തിൽ കല്ല് വച്ചടയ്ക്കാൻ സമ്മതിക്കുന്നുമില്ല. വല്ല വലിയ മൃഗങ്ങളും കയറി ആക്രമിക്കുമോ എന്ന് ഭയന്ന് മുയലമ്മ ഒന്നുറങ്ങിയിട്ട് കാലമേറെയായി. ഈ സങ്കടവുമായാണ് മുയലമ്മ കറുമ്പനെ കാണാനെത്തിയത്. ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. രണ്ടാളും പറഞ്ഞു, ഇതെന്റെ വീടാണെന്ന്. അവസാനം കറുമ്പൻ ഒരു തീരുമാനത്തിലെത്തി. രണ്ടാളും നല്ല ഓട്ടക്കാർ. രണ്ടുപേരും കൂടി ഒരു ഓട്ടപ്പന്തയം നടത്തണം. ജയിക്കുന്നവർക്ക് ഈ വീട് സ്വന്തമായി എടുക്കാം. രണ്ടാളും സമ്മതിച്ചു. ആര് ജയിക്കും? കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആകാംക്ഷ കൂടി. മത്സര ദിവസം വന്നു. മൃഗങ്ങളെല്ലാം കാഴ്ചക്കാരായി എത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആന നിന്നു. അവസാനിക്കുന്നിടത്ത് തവളച്ചേട്ടനെ നിർത്തി. മത്സരം ആരംഭിക്കുകയായി. രണ്ടാളും വരയിൽ ഓട്ടത്തിന് തയ്യാറായി നിന്നു. ആന മത്സരത്തിന്റെ നിയമങ്ങൾ പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം ചിഹ്നം വിളിക്കും. 3ാമത്തെ ചിഹ്നം വിളി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടം ആരംഭിക്കാം. നിങ്ങൾ നല്ല ഓട്ടക്കാരായതുകൊണ്ട് തത്തമ്മയും തുമ്പിയും നിങ്ങളെ നിരീക്ഷിക്കാനായി നിങ്ങളുടെ തൊട്ടുമുകളിൽ പറക്കും. വഴിയിൽ എന്തെങ്കിലും കള്ളത്തരം ആരെങ്കിലും കാണിച്ചാൽ മറ്റേയാൾ ജയിച്ചതായി പ്രഖ്യാപിക്കും. നമുക്ക് തുടങ്ങാം. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവസാനം മുയലമ്മ തന്നെ ജയിച്ചു. തവളച്ചേട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുയലമ്മ ജയിച്ചേ, മുയലമ്മ ജയിച്ചേ. അങ്ങനെ മുയലമ്മയ്ക്ക് വീട് തിരിച്ചു കിട്ടി. കറുമ്പൻ ചേട്ടന്റെ സഹായത്താൽ ആ കല്ല് പ്രവേശന ദ്വാരത്തിൽ തന്നെ തിരിച്ചു വെച്ചു. മുയലമ്മയും കുടുംബവും സന്തോഷത്തോടെ മാളത്തിൽ താമസിച്ചു. പിന്നെ മഴയത്തും വെയിലത്തും മാനിനെ ആരും അകത്തു കയറ്റി ഇരുത്താതെയായി.